നമസ്കാരം, എൻ്റെ പേര് ജീവൻ. ഞാനൊരു കൺസൾട്ടിംഗ് ആർക്കിടെക്റ്റാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വർഷത്തെ 2023 4 ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ 4 പ്രോഡക്റ്റും വാൾ പാനലിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഒരു പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ സംസാരിച്ചായിരുന്നു, അത് ലൂവേഴ്സ് ആണ്. അതെ, ലൂവേഴ്സ് ഈ ലിസ്റ്റിലുണ്ട്. ഇത് 2023 ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, ഇന്ത്യ മുഴുവൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ലൂവേഴ്സ്. അതുമാതിരി ഈ 4 പ്രോഡക്ട്സുകളും. ആദ്യം തന്നെ നമുക്ക് ലൂവേഴ്സിനെ പറ്റി സംസാരിക്കാം. ലൂവേഴ്സ് 3 തരമുണ്ട്. നമുക്ക് ചാർക്കോൾ വരുന്നുണ്ട്, WPC വരുന്നുണ്ട്, PVC വരുന്നുണ്ട്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് മാർക്കറ്റിൽ ലഭ്യമായി കാണുന്നതും WPC പാനൽസ് ആണ്, WPC ലൂവേഴ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ്, വുഡിന്റെ പോരായ്മകൾ എല്ലാം മാറ്റി ഒരു പ്ലാസ്റ്റിക്കിനെ കമ്പോസിറ്റ് ചെയ്ത് ഇറക്കുന്ന ഒരു മെറ്റീരിയലാണ് WPC. എന്തുകൊണ്ടും നമ്മുടെ ഒരു ഇന്റീരിയറിനെ അതിമനോഹരമായി മാറ്റാൻ കെൽപ്പുള്ള ഒരു പ്രോഡക്റ്റ് ആണ് WPC. അതും ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എന്തുകൊണ്ടും ലൂവേഴ്സ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം ലൂവേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് പ്ലൈവുഡ്, ഒരു ഗർജന്റെ പ്ലൈവുഡ്, ഒരു നല്ലൊരു പ്ലൈവുഡിനെ പറ്റി പറയുമ്പോൾ ലൂവേഴ്സ് ഒരു ടെർമൈറ്റ് പ്രൂഫ് ആണ്. എന്ന് പറഞ്ഞാൽ ചെതന്തല് വേറെ കാര്യങ്ങൾ ഒന്നും ഇത് പിടിക്കത്തില്ല. പക്ഷേ നമ്മുടെ പ്ലൈവുഡ്, ഒരു ഹൈ ക്വാളിറ്റി പ്ലൈവുഡിൽ മാത്രമേ ടെർമൈറ്റ് പ്രൂഫ് വരുന്നുള്ളൂ. ഒരു ടെർമൈറ്റ് പ്രൂഫ് പ്ലൈവുഡിൽ ഓരോ പീസ് ബോർഡ് കട്ട് ചെയ്ത് ഒരു 1 ഇഞ്ച് ലൂവേഴ്സ് കട്ട് എക്സ്പോസ് ചെയ്ത് അത് ലാമിനേറ്റ് ഒട്ടിച്ച് വരുമ്പോഴത്തേന്റെ കോസ്റ്റിന്റെ പകുതിയേ ഉള്ളൂ ഒരു റെഡിമെയ്ഡ് ലൂവേഴ്സിന്റെ കോസ്റ്റ്. പറഞ്ഞ പോലെ ലൂവേഴ്സ് ഒരു വാട്ടർ പ്രൂഫ് ആണ്, ഒരു ടെർമൈറ്റ് പ്രൂഫ് ആണ്. ഇതിന്റെ ജോയിന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റ് സ്ക്രൂ കൊടുക്കാം. ഇതിന്റെ ഒരു ക്ലാമ്പ് കിട്ടും. രണ്ടാമത് ഫെവിക്കോൾ, ഇത് നേരെ അഡ്ഹീസീവ് കൊണ്ട് ഒട്ടിക്കാൻ പറ്റും. ക്ലാമ്പിംഗ് സിസ്റ്റം ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന. കാരണം ഇന്ന് ഒരു ക്ലാമ്പ് അടിച്ചു വെച്ചാൽ ഒരു ലൂവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് നാളെ അത് എടുക്കാൻ ഒരു പാടും ഒരു കട്ടും ഒരു സ്ക്രൂവിന്റെ ഹോൾസും ഇല്ലാതെ നമുക്ക് അതേപോലെ വെച്ച പോലെ തന്നെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് ക്ലാമ്പിംഗ് സിസ്റ്റം. അപ്പൊ ഇതിന്റെ ഒരു ക്ലാമ്പിംഗ് സിസ്റ്റം വെച്ചാൽ വൃത്തിയായിരിക്കും. വേറെ ഒന്നും നോക്കണ്ട. സ്ക്രൂ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും, നേരിട്ട് ഒട്ടിച്ചും വെക്കാൻ പറ്റും അഡ്ഹീസീവും കൊണ്ട്. പറഞ്ഞ പോലെ ലൂവേഴ്സിൽ ചാർക്കോളും PVCയും, ഒരു ചാർക്കോൾ WPC എന്ന പോലെ PVCയും നമ്മുടെ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. പക്ഷെ PVC ലോ ക്വാളിറ്റി ആണ്, പെട്ടെന്ന് ഒടിയാനും മങ്ങാനും എല്ലാം PVC കാരണമാകുന്നു. WPC ആണ് ക്വാളിറ്റി ഉള്ളത്. ഇതിന്റെ ഒരു വുഡ് കളേഴ്സ്, ഇതിന്റെ ഒരു വുഡ് ടെക്സ്ചർ കളേഴ്സ് വരുന്നുണ്ട്, സോളിഡ് കളേഴ്സ് വരുന്നുണ്ട്. വെറൈറ്റി ഓഫ് ലൂവേഴ്സ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പറഞ്ഞ പോലെ 2023 ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ലൂവേഴ്സ്. ഒരു ലൂവേഴ്സിന്റെ നീളവും വീതിയും വരുന്നത് 9.5 അടിയും 6 ഇഞ്ചുമാണ് ഇതിന്റെ സൈസ് വരുന്നത്. ഏകദേശം 1200 മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇതിന്റെ കോസ്റ്റ്. നമുക്ക് പലതരം വെറൈറ്റി ഇതിൽ ലഭ്യമാണ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് ഡെക്കറേറ്റീവ് MDF. എന്ന് പറഞ്ഞാൽ അത് റെഡിമെയ്ഡ് പീസായിട്ട് നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഒരു MDF ബോർഡിനെ ഒരു CNCയുടെ സഹായത്താൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനുകളിൽ അത് പാനൽ ചെയ്ത് ഒരു കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുക്കുന്ന ഒരു മാർഗമാണ്. അതിനെ പോളിഷ് ചെയ്ത് പെയിന്റ് ചെയ്ത് ഒരു MDFന്റെ ഒരു 8x4 8mm MDFന്റെ വില ഏകദേശം 1200 രൂപ. അതിന്റെ കൂടെ CNC മെഷീന്റെ സഹായത്താൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യപ്രകാരമുള്ള ഡിസൈൻ അടിച്ച് പെയിന്റ് ചെയ്ത് പോളിച്ച് റസ്റ്റിക് ഫീൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ഫീൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ മോഡേൺ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ബോർഡാണ് MDF. നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഒരു ഡെക്കറേറ്റീവ്, ഒരു ഇന്റീരിയറിനെ നമ്മൾ മാറ്റാൻ സാധിക്കുന്ന മാർഗമാണ് ഒരു ഡെക്കറേറ്റീവ് MDFന്റെ യൂസ്. അപ്പം ഒരു CNCയുടെ കോസ്റ്റ് വരുന്ന ചില CNCയുടെ കോസ്റ്റ് നമ്മൾ ഓവറോൾ ഡിസൈൻ പറഞ്ഞു കൊടുത്താൽ ഒരു ഐഡിയ, ഒരു കോസ്റ്റ് പറയും. അല്ലെങ്കിൽ ഇത് എത്ര സമയം CNC മെഷീൻ റൺ ചെയ്യുന്നു അതിനനുസരിച്ചും കോസ്റ്റ് വരുന്നു. ഒരു തുച്ഛമായ രൂപയിൽ നമുക്കൊരു ഇന്റീരിയറിന്റെ വാൾ പാനലിംഗ് ചെയ്യാൻ പറ്റും MDFന്റെ മാർഗത്താൽ. അടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഷെറ പ്ലാങ്ക്സ്. ഒരു വുഡിന്റെ ടെക്സ്റ്റേഴ്സ്, നമ്മുടെ ഒരു ലാമിനേറ്റിന്റെ വുഡിന്റെ ഒരു ടെക്സ്റ്റേഴ്സ് ഫ്ലാറ്റ് ആണെങ്കിൽ ഇത് 3D ആയിട്ട് ഒരു വുഡിന്റെ ടെക്സ്ചർ വരുന്ന ഒരു പ്ലാങ്ക് ആണ് ഷെറ പ്ലാങ്ക്സ്. ഇതിന്റെ നീളം എന്ന് പറയുന്ന 10 അടിയും വീതി 6 ഇഞ്ചും. ഒരു 10 അടി 6 ഇഞ്ച് 8mm എന്റെ വില 450-500 രൂപയെ വരുന്നുള്ളൂ. പക്ഷെ ഇതിനൊരു ഡിഫക്റ്റീവ് ഉണ്ട്. കാരണം നമുക്കൊരു കണ്ടിന്യൂറ്റി ഈ പ്ലാങ്കിൽ വരില്ല. ഒരു 6 ഇഞ്ച് കഴിഞ്ഞാൽ ഇതൊരു കട്ടാണ്. അപ്പം അടുത്ത 6 ഇഞ്ച് വെക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ്, ഒരു 1mm ഒരു രണ്ടിന്റെയും ചേരുന്ന ഒരു ജോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു പുട്ടിയുടെയും ഒരു നല്ലൊരു പുട്ടിയും ചെയ്ത് പെയിന്റ് ഒടിക്കുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇതിന്റെ ഒരു ഹീറ്റ് കപ്പാസിറ്റി കഴിയുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എക്സ്പാൻഡ് ആവും. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഇരിക്കുന്ന പ്രോഡക്റ്റ് വലുതാവുന്നല്ല, ഒരു 1mm 2mm എക്സ്പാൻഡ് ആവും.
അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ഒന്നും വരില്ല. പക്ഷേ ഇതിന്റെ ജോയിന്റ് ഒരു 1 mm എക്സ്പാൻഡ് ആകുമ്പോൾ ഇതിന്റെ പുട്ടിയിൽ ഒരു ചെറിയ തിൻ ലൈൻ അങ്ങ് വീഴും. അതൊരു വൃത്തികേടായി നമ്മൾ കാണാൻ സാധിക്കും. പക്ഷേ ഇത് റിസോൾവ് ചെയ്യാനും ഒരു അഡിസീവ്, ഒരു പ്രത്യേകം ഒരു എഞ്ചിനീയർഡ് പുട്ടി ലഭ്യമാണ്. പക്ഷെ എല്ലായിടത്തും കിട്ടില്ല. ഇത് മാത്രമേ ഒരു ഡിഫക്റ്റീവ്. ബാക്കി ഇതൊരു ട്രെൻഡിങ് പ്രോഡക്റ്റ് തന്നെയാണ്. വളരെ വളരെ മനോഹരമായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഷെറ പ്ലാങ്ക്സ്. അടുത്തത് ചാർക്കോൾ ഷീറ്റ് ആണ്. അതിമനോഹരമായി നമ്മുടെ ഒരു ഇന്റീരിയറിനെ വേറെ ഒരു തരത്തിൽ നമ്മൾ കരുതുന്ന എല്ലാ ഡിസൈനും, നമ്മൾ കരുതുന്നതിന്റെ അപ്പുറം ഡിസൈൻ ഒരു ചാർക്കോൾ ഷീറ്റിൽ ലഭ്യമാണ്. പക്ഷെ ഇതൊരു എല്ലാ ഇന്റീരിയറിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തതിന് ഒരു കാരണം ഇതിന്റെ കോസ്റ്റ് ആണ്. ചാർക്കോൾ ഷീറ്റിന്റെ കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പോളിസ്റ്ററൈനും ചാർക്കോളും കൂടെ ചേർന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. വേറെ കോസ്റ്റ് ഒഴിച്ച് ഇതിനെപ്പറ്റി നമുക്ക് നെഗറ്റീവ് ഒന്നും പറയാനില്ല. ഇതിന്റെ സൈസ് വരുന്നത് 8x4 8x2 ആണ്. തിക്നെസ് 4 mm ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ഇതൊരു PVC പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് ഇത് ടെർമൈറ്റ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. ഇത് ലൈഫ് ലോങ് കിടന്നോളും. വീണെന്ത് പറ്റിയാലും ഈ ഒരു പ്രോഡക്റ്റിന് വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് ഒരു ലൈഫ് വാറന്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ചാർക്കോൾ ഷീറ്റ്സ്. ഇതിന്റെ വില ഏകദേശം 2500 3000 തൊട്ട് 9000 രൂപ വരെ ഒരു പ്ലാങ്കിന് പോകുന്നുണ്ട്. അടുത്ത പ്രോഡക്റ്റ് ആണ് അക്രിലിക് മിറേഴ്സ്. ഈ മിറേഴ്സ് നമുക്ക് പെർട്ടിക്കുലർ ഷേപ്സിലും കിട്ടും, ഷീറ്റിലും കിട്ടും. അക്രിലിക് മിറർ ടൈൽസ് വരുന്ന ഒരു സെൽഫ് അഡിസീവിലാണ്. നമുക്ക് അതിന്റെ പുറകിൽ തന്നെ ഒട്ടിക്കാനുള്ള പശ ഉള്ളതിനാൽ നമുക്ക് വേറൊരു അഡിസീവിന്റെ ആവശ്യമില്ല. ഒരു അക്രിലിക് ഷീറ്റിന്റെ തിക്നെസ് വരുന്നത് 3 mm തൊട്ട് 5 mm വരെയാണ്. ഇതിന്റെ സൈസ് വരുന്നത് 8x3 ഫീറ്റ് ആണ്. ഇതിന്റെ വില ഏകദേശം 3000 തൊട്ട് 8000 രൂപ വരെ പോകുന്നുണ്ട്. ഇതൊരു സാധാരണ ഒരു വീട്ടിൽ കൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇതൊരു ഇന്റീരിയർ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനർ ചേർന്ന് ഇതിന്റെ ഫർണിച്ചർ ആയിക്കോട്ടെ, ഇതിന്റെ ലൈറ്റിംഗ് സോഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ചേരുന്ന അതിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ വന്നാലേ ഇത് എറിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് വളരെ മോശമായി തന്നെ ഇന്റീരിയൽസ് കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ഇന്റീരിയർ ആണ് ഒരു പുട്ടി അടിച്ച് പെയിന്റ് അടിക്കുക. പക്ഷെ അതൊന്നുമല്ല, അതിനേക്കാൾ വേറെ പ്രോഡക്റ്റുകൾ ഈ മാർക്കറ്റിലുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. ഇതൊന്നും ലോ കോസ്റ്റ് ഇന്റീരിയറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഇന്റീരിയറും ചെയ്യുന്നവർക്ക് ഉള്ളതല്ല. ഇതെല്ലാം ഒരു എക്സ്ട്രാ ഓർഡിനറിലേക്ക് ഇന്റീരിയർ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ഒരു വീടിനേക്കാൾ ഉപരി ഇന്റീരിയർ മാറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ്. താങ്ക് യു സോ മച്ച്.